ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താ വെച്ചാൽ പ്യൂരിഫിക്കേഷൻ ഓഫ് സോൾസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മെയിൻലി നമ്മൾ പറയുന്നത് ഏതാണ്, ലയോഫോബിക് കൊളോയിഡൽ സൊല്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു ലയോഫോബിക് കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണെങ്കിൽ പോലും അതിലെന്തുണ്ടാകും, കുറച്ച് കൺസിഡറബിൾ ക്വാണ്ടിറ്റീസിൽ കുറച്ച് ഇലക്ട്രോലൈറ്റ്സും അതുപോലെ സൊല്യൂബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് അതിൽ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സ്മോൾ എമൗണ്ടിൽ ഇവർ പ്രസൻ്റ് ആയാൽ അവർക്ക് എന്ത് കൊടുക്കും, സ്റ്റെബിലിറ്റി കൊടുക്കും. ഈ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഒരു സ്മോൾ ക്വാണ്ടിറ്റിയിൽ പ്രസൻ്റ് ആയിരിക്കണം. അതാണ് അതിന് എന്ത് കൊടുക്കുന്നത്, സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. പക്ഷെ ഒരു എക്സസ് എമൗണ്ടിൽ അവർ പ്രസൻ്റ് ആണെങ്കിൽ അതെന്താണ്, ഒരു ഡീസ്റ്റെബിലൈസിങ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ, ഇമ്പ്യൂരിറ്റീസിൻ്റെ കോൺസെൻട്രേഷനൊക്കെ നമ്മൾ എപ്പോഴും എന്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ഒപ്റ്റിമം മിനിമത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് വേണ്ടി മെയിൻലി 2 പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് ആണ് പറയുന്നത്, ഇലക്ട്രോ ഡയാലിസിസും അൾട്രാ ഫിൽട്രേഷനും. ഇനി ഫസ്റ്റ് വൺ ഇലക്ട്രോ ഡയാലിസിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡയാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ള സൊല്യൂബിൾ ഇമ്പ്യൂരിറ്റീസിനെ നമ്മളൊരു മെംബ്രെയിനിലൂടെ പാസ് ഔട്ട് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മെംബ്രെയിനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് പോറസ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആയിരിക്കണം. അതുപോലെ പാഷ്മെൻ്റ് അല്ലെങ്കിൽ സെല്ലോഫെയിൻ വെച്ചിട്ടാണ് നമ്മൾ ആ മെംബ്രെയിൻസ് ഉണ്ടാക്കുന്നത്. ഇനി അതിന് വേറെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തുള്ള കൊളോയിഡൽ സൊല്യൂഷനകത്തുള്ള സോൾവെൻറ്റ് മോളിക്യൂൾസിനും അതുപോലെ ഇമ്പ്യൂരിറ്റി അയൺസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി മോളിക്യൂൾസിന് മാത്രമേ അത് എന്ത് കാണിക്കുന്നുള്ളൂ, പെർമിയബിലിറ്റി കാണിക്കുന്നുള്ളൂ. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഒരിക്കലും അവരെന്തല്ല, പെർമിയബിൾ അല്ല. അപ്പോൾ എന്ത് സംഭവിക്കുക, നമ്മളതിനകത്തുള്ള മോളിക്യൂൾസും അയൺസും ഒക്കെ സ്മൂത്തായിട്ട് ഡിഫ്യൂസ് ചെയ്ത് മെംബ്രെയിനകത്തൂടെ പുറത്ത് വരും. അവരുടെ സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോളും അതുപോലെ ഫാസ്റ്റർ റേറ്റ്സ് ഓഫ് ഡിഫ്യൂഷൻ കാണിക്കുന്നതുകൊണ്ട് സ്മൂത്തായിട്ട് അവർ ആ മെംബ്രെയിൻ പാസ് ചെയ്ത് വരും. പക്ഷേ നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്താണ്, അവർ ലാർജറാണ്. അതുപോലെ ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്താ, വളരെ ലോ ആയതുകൊണ്ട് അവിടെ സ്റ്റെക്കായിട്ട് അല്ലെങ്കിൽ ദേ ആർ കെപ്റ്റ് ബാക്ക്, അവിടെ തന്നെ പിടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. മെംബ്രെയിനിലൂടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പാസ് ചെയ്ത് വരുന്നില്ല. പിന്നെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയലൈസർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള സോളിനെ നമ്മൾ എന്തിലാണ് എടുക്കുന്നത്, പാഷ്മെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗ് അല്ലെങ്കിൽ സെല്ലോഫെയിൻ മെംബ്രെയിൻ കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗിലാണ് നമ്മൾ എപ്പോഴും എന്തെടുക്കുന്നത്, നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള സോളിനെ നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിനെ എവിടെ സസ്പെൻഡ് ചെയ്യും, നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറുള്ള ഒരു ലാർജ് ഡിഷ് എടുത്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ സെല്ലോഫെയിൻ ബാഗ് സസ്പെൻഡ് ചെയ്യുന്നത്. ഇനി എന്ത് സംഭവിക്കും, നമ്മൾ സോളിനകത്തുള്ള ഇമ്പ്യൂരിറ്റി മോളിക്യൂൾസൊക്കെ ഈ ലിക്വിഡിക്ക് അല്ലെങ്കിൽ വാട്ടർക്ക് പുറത്തേക്ക് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സോൾ എന്തായി മാറും, പ്യുവറായിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, പീരിയോഡിക്കലി നമ്മൾ അതിനെ റിന്യൂ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോളിനെ പ്യുവറാക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം സ്ലോ ആണ്. ഇറ്റ് ഇസ് എ ക്വയറ്റ് സ്ലോ പ്രോസസ്. അപ്പോൾ നമ്മൾ ഇതിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്യുക പറഞ്ഞാൽ ഇതിൽ നമ്മൾ എന്താണ്, 2 ഇലക്ട്രോഡ്സ്, ഈ വാട്ടറിനകത്ത് 2 ഇലക്ട്രോഡ്സ് ഇമ്മേഴ്സ് ചെയ്ത് വെച്ച് നമ്മൾ അതൊക്കെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള അയൺസൊക്കെ ഇമ്പ്യൂരിറ്റി അയൺസൊക്കെ പെട്ടെന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡ്ക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് ആ ഇലക്ട്രോഡിലേക്ക് വരും. അങ്ങനെ നമ്മുടെ ഈ പ്രോസസ്സിന് എന്താണ്, കുറച്ച് ഫാസ്റ്ററായിട്ട് നമുക്ക് നടത്താൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഏതാണ്, അൾട്രാ ഫിൽട്രേഷൻ. അപ്പോൾ അൾട്രാ ഫിൽട്രേഷനിൽ ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെയും എന്താണ് റിമൂവ് ചെയ്യുന്നത്, സൊല്യൂബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്. ഏത് വഴിയാണ്, ഡിഫ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു അൾട്രാ ഫിൽട്ടർ. ഈ അൾട്രാ ഫിൽട്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനകത്ത് പോർ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെയധികം സ്മോൾ ആയിരിക്കും. അപ്പോൾ അതിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടാകും, കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ അവിടെ റിട്ടേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടാകും, അൾട്രാ ഫിൽട്ടറിന് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അൾട്രാ ഫിൽറ്ററിനകത്ത് കൂടെ നമ്മൾ സോൾവെൻറ്റ് മോളിക്യൂൾസും ഇമ്പ്യൂരിറ്റി അയൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് മാത്രമേ പാസ് ചെയ്ത് വരുള്ളൂ. ഒരിക്കലും നമ്മളെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അതിനകത്ത് കൂടെ ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇവിടെ അൾട്രാ ഫിൽറ്റേഴ്സ് നേരത്തെ അതുപോലെ പറഞ്ഞ പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതെന്നാണ്, സെല്ലോഫെയിൻസ് എന്നാണ്. ഇനി നമ്മുടെ ഓർഡിനറി ഫിൽറ്റർ പേപ്പേഴ്സും വേണമെങ്കിൽ നമുക്ക് അൾട്രാ ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാകുമ്പോഴാണ് അതിനകത്തുള്ള പോർ സൈസ് എന്ന് പറയുന്നത് അത്രയും സ്മോൾ ആകുമ്പോഴാണ് നമുക്ക് അൾട്രാ ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി
പറ്റുക. അതെങ്ങനെയാണ് നമ്മൾ ജലാറ്റിനും കൊളോയിഡനും ഒക്കെ യൂസ് ചെയ്ത് ഇംപ്രഗ്നേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോക്ക് ചെയ്ത് വെക്കുക. ജലാറ്റിനും കൊളോയിഡനിലൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഓർഡിനറി ഫിൽറ്റർ പേപ്പറിൻ്റെ പോർ സൈസ് എന്ന് പറഞ്ഞാൽ അത്രയും റെഡ്യൂസ് ചെയ്യും. അപ്പോഴാണ് നമുക്കത് അൾട്രാ ഫിൽറ്റേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അൾട്രാ ഫിൽട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അൾട്രാ ഫിൽറ്ററിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സപ്പോർട്ടിങ് വയർ ഫ്രെയിം യൂസ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതൊരു വെസലിലെടുക്കും. വെസലിലെടുത്തതിന് ശേഷം നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള സോളിനെ നമ്മൾ അതിൻ്റെ ഓവറായിട്ട് പോർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി മോളിക്യൂൾസൊക്കെ അതിലൂടെ ഡിഫ്യൂസ് ചെയ്ത് പുറത്ത് വരും. നമ്മുടെ പ്യുവർ സോൾ മാത്രമാണ് അവിടെ ലീവ് ചെയ്യുക. ബാക്കി എല്ലാ ഇമ്പ്യൂരിറ്റീസും താഴെ വരും. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം സ്ലോ ആണ്. അത് ഫാസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പ്രഷർ യൂസ് ചെയ്യാം, സക്ഷൻ കൊടുക്കാം. ഈ ഫോഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇമ്പ്യൂരിറ്റീസിനെ അതിലൂടെ ഡിഫ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും.